മൈ ബ്യൂട്ടിഫുൾ വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ ഈ റീഡിങ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ഓർ അല്ലാതെയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ഈ വിഷസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ ലെറ്റ്സ് സീ നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾക്ക് ചില ആളുകളുടെ മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് പ്രോബബ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഓക്കെ, ഫ്രണ്ട് ഓർ ഫാമിലി എന്നുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ് ആയിരിക്കാം. നിങ്ങളുടെ പാരന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ഫൈനലി അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചില ഇതുപോലുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. സോ അത് ഫൈനലി നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫൈനലി നിങ്ങൾ ചില ആളുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ എന്തൊരു ഹാബിറ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ, അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുള്ള നിങ്ങളുടെ ശീലങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജോബിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ചില ശീലങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വളരെ ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ അത് ഫൈനലി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് വളരെ സ്ട്രെസ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ ഒക്കെ കൊടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെ? സോ അതിലൊക്കെ ഒരു റിലീഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തിരുത്തണം, ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗിൽറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. ചില ആളുകളായിട്ട്, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു, അവര് നിങ്ങളെ പറ്റിയിട്ട് എന്ത് വിചാരിക്കുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ റീസൺ ആയിട്ടുള്ള പല കാര്യങ്ങളും, അത് ആ ഒരു പ്രോബ്ലം പുറത്തേക്ക് കൊണ്ടുവന്ന് അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സ്ട്രെസ്, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് എടുത്തു കളയാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ അത് ഒരു ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത പ്ലേസിൽ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് വാങ്ങിക്കുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നതെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു നോർമൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്കറിയാം ചില ആളുകൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ കൂടി ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കുക, അല്ലെ? നിങ്ങളൊരു സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഒരു സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുക, നിങ്ങളുടെ വീട്ടിലിരിക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. വേറെ കൺട്രിയിലോ വേറെ പ്ലേസിലോ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പോവാ, ചില ആളുകളൊക്കെ മീറ്റ് ചെയ്യുക, ചില പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ പോയി നിൽക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ പോയി നിൽക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. പഴയ ആളുകൾ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില കാര്യത്തിന്റെ ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എവിടുന്നാണ് ചില കാര്യങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതായത് ചില കാര്യത്തിന്റെ, നിങ്ങൾ അന്വേഷിക്കുന്ന ചില കാര്യത്തിന്റെ ഉറവിടം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സാക്ട് റീസൺ എന്താന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നിങ്ങൾ കുറെ കാലമായിട്ട് അന്വേഷിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർ നിങ്ങൾ കുറെ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ചില കാര്യങ്ങൾ ഫൈനലി നിങ്ങൾ കണ്ടെത്തുന്ന വഴി നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാവുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വലിയൊരു സ്ട്രെസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗിൽറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങള് അതെന്തോ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകൾ നിങ്ങൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തിരുത്താൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഫൈനലി ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുക, നമുക്ക് അവിടെ ഒരു ഡിവൈൻ സപ്പോർട്ട് കിട്ടുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവും. അല്ലെ, നമ്മളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള നമ്മൾ എന്ത് സിറ്റുവേഷൻ കൊണ്ടായിക്കോട്ടെ, ഇവൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിസ്റ്റേക്സ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ ഒരു എക്സ്ട്രീം വരെ പോയിട്ടുണ്ടെങ്കിലും ഫൈനലി നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ്, ഒരു ഗൈഡൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അല്ലെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങള്, അതിനൊക്കെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകള് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില ആളുകള് നിങ്ങള് ലൈഫിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് ഗിൽറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ആൻഡ് ഫൈനലി ചില ആളുകള് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് കാലം ശരി എന്താന്നുള്ളത് കാണിച്ചു തരും. അല്ലെ, ചില കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യും. സോ അതുപോലത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് പല ആളുകളും നിങ്ങൾ എന്താന്നുള്ളത് തിരിച്ചറിയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് തിരിച്ചറിയുന്ന സമയത്ത് ചില ആളുകൾക്ക് ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ അവിടെ ഫൊഗീവ് ചെയ്യാനും, ചില കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാനും, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും, ഇപ്പൊ എസ്പെഷ്യലി നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് കംപ്ലീറ്റ്ലി താഴെ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്നത്, അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സത്യാവസ്ഥ തെളിയണം, നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കണം, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫൈനലി അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈവൻ അത് നിങ്ങളുടെ ഒരു റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പല സിറ്റുവേഷനിലും നിങ്ങളുടെ ഒരു ജെന്യൂനിറ്റി മനസ്സിലായി വരുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ യു. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നത്? സോ കുറച്ച് നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് ഓടി, ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നൊക്കെ നിങ്ങളെ എക്സ്പീരിയൻസ്, അതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചു, ചില സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു തലവേദന എടുക്കുന്നത് പോലെയാണ്. അല്ലെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തോട്ട്സ് വളരെ കാമാവുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് വളരെ കാമാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. പതുക്കെ സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്, ഓരോ കാര്യത്തിലും ഓരോ മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. സോ ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.